ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നെൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്നെൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 14 ദിവസം ആകുന്നു. മെയ് 14-നാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഹെഡ് വാഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഹെഡ് വാഷ് ചെയ്തത് മെയ് 23-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഹെഡ് വാഷ് ചെയ്തിട്ട് ഒരു 3-4 ദിവസം കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ആയിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയ ഉടനെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോഴത്തേക്കും ഇന്ന് ഹെഡ് വാഷ് കഴിഞ്ഞിട്ടൊരു 4-ാമത്തെ ദിവസമാണ്, മെയ് 27-ാം തീയതി. മൊത്തത്തിൽ ഇപ്പോൾ ഒരു 13 ദിവസം കഴിഞ്ഞ് 14-ാമത്തെ ദിവസത്തിലോട്ടാണ് ഇന്ന് മെയ് 27 കൂട്ടി. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ തല ഹെഡ് വാഷ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് തലയുടെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് പുറ്റ് പോലെ മുടിയിൽ നിന്നെല്ലാം അവർ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു. സ്പിരിറ്റും എല്ലാം ഒഴിച്ചിട്ട് ഇത് ഈ സെൻട്രൽ പോർഷൻ ഇവിടെ എല്ലാം നല്ലപോലെ അവർ അഴുക്കും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ 10 ദിവസം കുളിക്കുക. ആദ്യമായിട്ട് ഈ 10 ദിവസം നമ്മൾ കുളിക്കാതിരിക്കുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. ചെളിയെല്ലാം വന്ന് നല്ല ഈ മുടിക്കടിയിലെല്ലാം വന്ന് ചെളി വന്ന് നന്നായിട്ട് അടിഞ്ഞായിരുന്നു. ചെറിയ ചൊറിച്ചിലൊക്കെ വരാൻ തുടങ്ങി ആ ദിവസം തന്നെ. അതിൻ്റെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്ന് എണീറ്റ 10-ാമത്തെ ദിവസമാണ്. 10-ാമത്തെ ദിവസം എണീറ്റപ്പോൾ തന്നെ ഈ തലയിലൊക്കെ വല്ലാത്ത രീതിയിലൊരു അഴുക്കും വന്ന് ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു തലേദിവസം മുതൽ. അപ്പം നമ്മൾ അന്നത്തെ ദിവസം അത് ക്ലീൻ ചെയ്തു. നല്ല അഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴുകി കളഞ്ഞപ്പോഴത്തേക്കും നല്ല തണുപ്പും നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടി. എന്തായാലും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് മുന്നേ കിടക്കുന്ന 10 ദിവസം കിടക്കുന്നതും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിയായി കിടന്നു വിടുന്നത്. അവിടെ നിന്നൊരു പില്ലോ തരും, പക്ഷേ ഞാൻ ആ പില്ലോ മാറ്റിയിട്ട് ഒരു ബ്ലാങ്കറ്റ് ചുരുട്ടി ഇവിടെ വെച്ചിട്ടാണ് കിടക്കുന്നത്. ആ പില്ലോയിൽ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് കംഫർട്ടബിൾ ആണ്, എനിക്കത് തീരെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ പില്ലോ മാറ്റിയിട്ടാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. എന്തായാലും കുളിച്ച് കഴിഞ്ഞ് ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രശ്നം സോൾവായി. എന്ത് വേണമെങ്കിലും പിന്നെ നമുക്ക് ചെയ്യാം. ഡോക്ടറെ ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇനി നോർമൽ ടു ബാക്ക് നോർമലിലോട്ടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. അതിന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 10 ദിവസം നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കഴിക്കരുതെന്നാണ് പറഞ്ഞത്. ദഹന പ്രശ്നങ്ങളും കാര്യങ്ങളും വരും, അതുകൊണ്ടായിരിക്കാം ഡോക്ടർ പറഞ്ഞത്. ഹെഡ് വാഷ് അതുപോലെ തന്നെ ബോഡി കുറച്ച് ഹീറ്റ് ആവും. അപ്പം നോൺ വെജ് 10 ദിവസം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. അപ്പം നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഓർത്തോണം, 10 ദിവസത്തേക്ക് നോൺ വെജ് നമ്മൾ കഴിക്കരുത്. മീൻ കഴിക്കാൻ തോന്നുന്നു, ഇറച്ചി, മീന്, മുട്ട കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങി ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ് 24-ാം തീയതി മുതലാണ് ഞാനിപ്പം നോൺ വെജ് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ഡോക്ടർ പറഞ്ഞത്, ഇനിയിപ്പം നമുക്ക് ബാക്ക് ടു നോർമൽ റൂട്ടീൻ, നമുക്ക് പണ്ടത്തെ ചെയ്തിരുന്ന എന്ത് വേണം ചെയ്യാം, പക്ഷേ ജിമ്മും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല സ്ട്രെയിൻ എടുത്ത വർക്കൗട്ടും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ LLB പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാൻ തിരുപ്പതിയിലാണ് LLB ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടി എപ്പോഴും വരും, പരീക്ഷയും ക്ലാസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നം. ഞാൻ മെയിനായിട്ട് ചോദിച്ച കാര്യമാണ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ട്രാവൽ ചെയ്യാം. ഇപ്പോൾ സർജിക്കൽ ക്യാപ്പ് ഇനിയും വെക്കണ്ട, നോർമൽ നല്ലൊരു കോട്ടൻ്റെ ക്യാപ്പ് മേടിച്ചിട്ട് ലൂസായിട്ടുള്ള വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. തലയിൽ സൺലൈറ്റ് അടിക്കാതെ, വെയിലടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു മാസത്തേക്ക്. അതിനാണ് നമ്മൾ ക്യാപ്പ് വെക്കുന്നത്. പിന്നെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ഹാറ്റ് വെച്ച് പരമാവധി പുറത്തിറങ്ങുക. പിന്നെ പ്രധാന അവിടുന്ന് തന്നതെന്ന് വെച്ചാൽ മെഡിസിൻസ് കുറച്ച് ഡോക്ടർ തന്നു. ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം കുറച്ച് മെഡിസിൻസ് എഴുതി. ഒരു ബേബി ഷാമ്പു, വൈറ്റമിൻ ടാബ്ലറ്റ്, അതുപോലെ ഒരു സെറം, ഒരു കുളിച്ച് കഴിഞ്ഞ് തലയെ പുരട്ടി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഒരു സെറം തന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതിന് കുറച്ച് എക്സ്പെൻസ് ആയി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് തന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ വലിയ പ്രശ്നമില്ല, ക്യാപ്പ് ധരിച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട്, ഹെവി സ്ട്രെയിനുള്ള വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഒരു 2 മാസത്തേക്ക്. നടക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ്, വെയിലടിക്കാതെ പരമാവധി നോക്കുക, ക്യാപ്പ് വെച്ച് പുറത്തിറങ്ങുക എവിടെ പോയാലും. അപ്പോൾ ഈ ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ സ്ട്രക്ചർ എനിക്ക് വലിയ പ്രശ്നമില്ല. ആ മുറിവ് ഇപ്പോൾ ഓയിൽമെൻ്റ് ഒന്നും വലുതായിട്ട് തേക്കണ്ടെന്ന് പറഞ്ഞു. ഹെഡ് വാഷ് ചെയ്തേ പിന്നെ മുറിവിനുള്ള ഓയിൽമെൻറ്റ് വേണ്ട, ഒന്നും തേക്കണ്ട. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാക്കിലെ വീഡിയോ ഞാൻ വീഡിയോയുടെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇടാം. ഈ വീഡിയോ തീർന്നു കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുന്നതാണ്. മുറിവും കാര്യങ്ങളും നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. മുറിവൊക്കെ ഏകദേശം ഉണങ്ങി, ഇപ്പം കിടക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. തിരിഞ്ഞ് കിടക്കാം, മറിഞ്ഞ് കിടക്കാം, എങ്ങനെ വേണമെങ്കിലും കിടക്കാം. തലയൊന്ന് അവിടെ തലവണ കൊള്ളുന്നുണ്ടോ, മെത്ത ഇങ്ങനെ അമങ്ങുന്നുണ്ടോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പം ഇല്ല. അപ്പം അങ്ങനെയാണ്. ഇപ്പം മെയിനായിട്ടുള്ള കാര്യം, ഇന്ന് ഞാൻ രാവിലെ എണീറ്റു, കുളിച്ചു. അവിടെ നിന്ന് ഷാമ്പു, കുളിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് തലയിൽ നല്ലപോലെ പുരട്ടി മസാജ് ചെയ്തു. നല്ലപോലെ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഈ മുടി നിൽക്കുന്ന മുടി പൊഴിയാനുള്ള മുടിയാണ്.
അതൊരു 1 മന്തിനകം ഈ മുടി പോയിട്ട് വേറെ നിന്നാണ് ഫ്രഷ് ആയിട്ടുള്ള ഹെയർ ഇനിയും വരാൻ പോകുന്നത്. ഈ മുടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പൊഴിഞ്ഞ് പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു മുടി വേറെ നിന്ന് കിളിർത്ത് വരും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. രാവിലെ ഇതുപോലെ തന്നെ കുളിച്ചു, ഷാമ്പു പുരട്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വൈറ്റമിൻ ഗുളിക കഴിച്ചു. അങ്ങനെയാണ് അവിടുന്ന് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ടാണ് കൊണ്ടുവന്ന് എല്ലാവരും അവിടുന്ന് തന്ന ഇൻസ്ട്രക്ഷൻസ് ഡോക്ടർമാർ എന്താണോ പറയുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. ഡോക്ടർമാർ എന്താണോ പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 2 മന്ത് അവർ പറയുന്നത് എപ്പോഴാണോ അപ്പോൾ വരെ നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് മിനോക്സിലും കാര്യങ്ങളൊന്നും ഇതുവരെ തന്നില്ല, അതൊരു 1 മന്ത് കഴിഞ്ഞ് തരത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് പറയേണ്ട കാര്യം PRP. അടുത്ത PRP എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് 29-ാം തീയതിയാണ്. അതായത് നാളെ കഴിഞ്ഞ് ഒരു PRP ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് കറക്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 4, 5 ആ ദിവസങ്ങളാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ അവിടെ കാണത്തില്ല. അതുകൊണ്ടൊരു 3 ദിവസം 4 ദിവസം ഞാൻ നേരത്തെ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് 3rd PRP ഞാൻ ചെയ്യുന്നത് ജൂൺ ഒരു 17th ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ അടുത്ത PRP ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ PRP ചെയ്യാൻ വേണ്ടി നമുക്ക് കാറിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ട്രെയിനിൽ തൊപ്പി വെച്ചോ നമുക്ക് ട്രെയിനിൽ പോവാം, PRP എടുക്കാം, നമുക്ക് തിരിച്ചു വരാം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് കാറിൽ ട്രാവൽ ചെയ്ത് പോയി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്പ്ലാന്റിൻ്റെ ഇപ്പം ഇന്ന് വരെയുള്ള എൻ്റെ ഒരു അപ്ഡേഷൻ. തലയുടെ മുടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക്, ഞാൻ ഈ മുടി പറ്റ വെട്ടിയാണ് താടി നല്ല കട്ടിക്ക് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്നിട്ട് താടിയൊക്കെ കുറച്ച് ട്രിം ചെയ്യണം. എനിക്ക് താടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് മുടി കിളുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെച്ച മുടി. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇതുകൂടെ കാണിച്ചു തരാം. ഞാൻ വെച്ച ക്രൗൺ ഏരിയ. ഇവിടെ ചെറിയൊരു ഇച്ചിങ്ങും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരും. ഇങ്ങനെ ചൊറിയാറുണ്ട്, ചെറുതായിട്ട് ലൈറ്റായിട്ട് ചൊറിയാറുണ്ട്. നമുക്ക് നല്ല മുറിവ് ഉണങ്ങുമ്പോൾ നമുക്കൊരു ചൊറിച്ചിൽ വരത്തില്ല, ആ രീതിക്കുള്ളൊരു സംഭവമാണ്. അത് കുഴപ്പമില്ല, അത് നമുക്ക് ചെറിയൊരു ഇച്ചിങ് പോലെ ഉള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാറിക്കോളും. എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസത്തോളം ഇച്ചിങ് കാണും. ചെയ്ത മിക്കവർക്കും ഇച്ചിങ് പ്രോബ്ലം ഉണ്ട്. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അപ്പം അത്രയാണ് ഈ ഒരു 27-ാം തീയതി എന്ന് വെച്ചാൽ 14 ദിവസത്തെ എൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്, പ്രോഗ്രസ്സും കാര്യങ്ങളും. ഞാനിനി എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാനൊരു ഒരാഴ്ചയോടെ കഴിഞ്ഞ് എൻ്റെ ഒരു അടുത്ത വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. ഇത്രയാണ് സംഭവങ്ങൾ എൻ്റെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം തുടർന്നുള്ള എൻ്റെ ഈ പ്രോഗ്രസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കണ്ട, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ എന്നാൽ ശരി.